ഗുഡ് മോർണിംഗ്. ഇതെങ്ങോട്ടാ തുറക്കണം? പുറത്തോട്ട് ഇറങ്ങി കാണിച്ചു തരാം. എൻ്റെ ഫേസൊക്കെ ഒരുമാതിരി ഇരിക്കുക. ഞാൻ ഉറങ്ങി, നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി സൺറൈസൊക്കെ കാണാൻ പോകണമെന്ന് വിചാരിച്ചത്, ബട്ട് ഒന്നും നടന്നില്ല. ചെരുപ്പിട്ടിട്ട് ഞാൻ ലൊക്കേഷൻ കാണിച്ചു. അടിപൊളി ലൊക്കേഷൻ. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ താറാവുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ കുഞ്ഞ് യെല്ലോ കുട്ടി താറാവുണ്ട്. ഇവിടെയാണ് അടിപൊളി കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നില്ല, ഇന്നലെ ഈവനിങ്ങാ വന്നത്, അതുകൊണ്ടൊന്നും നേരെ കാണാൻ പറ്റിയില്ല. സൂപ്പർ കേട്ടോ. ഇവിടെ ഒരു ആറൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്ന് എനിക്കെൻ്റെ ഫേസ് കാണിക്കാൻ പോലും വയ്യ. ഇപ്പോൾ ഉറങ്ങി എണീറ്റതല്ല, എൻ്റെ കണ്ണൊക്കെ നല്ല തടിച്ചിരിപ്പുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി. 1 മണിയായി കിടന്നുറങ്ങിയപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതൊരു റിസോർട്ടിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കസിൻസ് എല്ലാവരും ഉണ്ട്. എല്ലാവരും കിടന്ന് ഉറങ്ങുക. കാരണം 1 മണി 2 മണി ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളുടെ ഒരു കസിന് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ അപ്പോൾ അവളുമായിട്ടൊരു മീറ്റപ്പ് ആയിരുന്നു നമ്മുടെ ഇന്നലെ. ഞങ്ങൾ ഈവനിങ് എത്തിയതാ. ഇനിയിപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചെക്കൗട്ട് ആവും. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം. ഇതില് ചാടോ മീൻസ് കുളിക്കോ? ഇതാണ്. ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. ഓക്കെ, എല്ലാരും കിടന്നുറങ്ങാണ്. നല്ല ഉറക്കാണ്. ഒരു ഗുഡ് മോർണിംഗ് പറയോ? ആകാശ്, എല്ലാരെയും എണീപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗെറ്റ് ടുഗദർ? സൂപ്പറായിരുന്നു. സീരിയസ് ആയിട്ട് പറയണോ അതോ തമാശക്ക് പറയണോ? സീരിയസ് ആയിട്ട് പറയണേ. എന്റെ പറ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗെറ്റ് ടുഗദർ? നല്ല ബ്ലഷ് അല്ലേ? സൂപ്പർ കേട്ടോ, ബ്ലഷ് അടിപൊളി. നല്ല പിഗ്മെന്റഡ് ആണല്ലേ? ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലും ഇനി നമുക്കൊരു. അപ്പൊ ഇതാണ് നമ്മുടെ ജിസേൽ ഠാക്കൂർ. എനിക്ക് നല്ലപോലെ മലയാളം അറിയാം. ഞാനൊരു കുട്ടിയാണ്. സോ ക്യൂട്ട് ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരിക്കലും ഞാൻ തന്നെ പറയുന്നു. കണ്ണടിച്ച് തുറക്കൂ.
ഹലോ. അപ്പോൾ ഞങ്ങൾ വീടെത്തി. എനിക്ക് അവിടെ നിന്ന് ബൈ പറയാനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്താ പറയുക, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം കുറച്ച് തിരക്കുള്ളൊരു ഡേ ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങി. ഇന്നലെ പൂളി ഇറങ്ങിയിട്ട് എൻ്റെ മുടിയെല്ലാം പോയി. എൻ്റെ മുടി അവിടുത്തെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് ഇതാകെ ഡ്രൈ ആയി. ഞാൻ വിചാരിച്ചു ഒരു ഹെയർ ഓയിലിംഗ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ ഓയിൽ ചെയ്ത് കുളിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാപ്പി കുടിച്ചില്ല. അവരൊക്കെ കാപ്പി കുടിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് കാപ്പി കുടിക്കാൻ പോയില്ല. ഇനി വേണം കാപ്പി കുടിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഹെയറിൽ എണ്ണ തേക്കാം. ഇന്നലെ ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂർ പൂളിലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെതായ പുളി ഇറങ്ങും, പൂളിൽ മുക്കും, അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു. വെൽ സ്പെൻഡ്. നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു. കാരണം ആ മൊമെന്റിൽ തന്നെ അങ്ങ് ആയിപ്പോയി. ഗ്രില്ലൊക്കെ ചെയ്ത് സൂപ്പറായിരുന്നു. അതിന് താഴെ ഒരു അതൊക്കെ റിവറൊക്കെ ഉണ്ട്. നല്ല രസമാണ്. എണ്ണ തേച്ചിട്ട് ഷാമ്പു തേച്ച് ഇതങ്ങ് കഴുകിക്കളയാം. ഇന്നലെ രാത്രിയെ തേക്കണം വിചാരിച്ചാണ്. കാരണം 1 മണിക്ക് പിന്നെ എനിക്ക് കുളിക്കാനൊന്നും വയ്യ. ഷാമ്പു ഒക്കെ തേച്ചിട്ട് കുളിക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് പിന്നെ ചെയ്തില്ല. ഞാൻ ബ്ലഷ് ഇട്ടു കേട്ടോ ഇറങ്ങാൻ നേരത്ത്. എന്തായാലും വീട്ടിലോട്ട് ഇറങ്ങിയില്ലെന്ന് വിചാരിച്ചു ബ്ലഷ് ഇട്ടു. പല്ല് പോലും തേച്ചില്ല, ബ്ലഷ് ഇട്ടു. ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉപ്പുമാവുണ്ട് ഗൈസ്. ഉപ്പുമാവ് കാണിച്ചു തരാം. വെർമിസിലി ഉപ്പുമാവാണേ. നല്ല ക്യാരറ്റും സവാളയൊക്കെ ഇട്ട. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മേക്കപ്പും എല്ലാം ഒക്കെ ഡൺ. മുടി ഉണങ്ങിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഷോപ്പിങ്ങിന് പോവാം. ഇപ്പോൾ 11 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ചൂട്. ഞാൻ വിചാരിച്ചു ഒരു ഓണക്കോടി എടുക്കണ ഒരു വ്ളോഗൊക്കെ എടുക്കാന്ന്. എൻ്റെ അമ്മ എന്തൊരു തിരക്ക്, ഭയങ്കര തിരക്ക്. അങ്ങോട്ട് കയറാൻ പറ്റണില്ല. ഏത് സെക്ഷനിൽ ചെന്നാലും ഭയങ്കര തിരക്ക്. ഞാൻ വിചാരിച്ച എങ്ങനെയാന്ന് വെച്ചാൽ രാമചന്ദ്ര ഒഴിവാക്കാം. രാമചന്ദ്രയിൽ പോകണ്ട. കാരണം നമ്മളിപ്പം മിക്കതും ആ രാമചന്ദ്രയിൽ പോവുകയാണ്. അപ്പോൾ ഫുള്ള് കളക്ഷനും എല്ലാവരും എടുക്കുന്ന ടൈപ്പ് തന്നെ. അപ്പം പിന്നെ വിചാരിച്ചു രാമചന്ദ്ര പോകണ്ടാന്ന്. അപ്പോൾ എന്ത് ചെയ്തു, നേരെ പോത്തീസും RK മോളും RK വെഡിങ് മോളും പോയി. കാരണം അതാകുമ്പോൾ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണമല്ലോ. പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ തറവാട്ടിൽ തന്നെ എത്തി. രാമചന്ദ്രയിൽ കറങ്ങിത്തിരിഞ്ഞ് ഒരു സെലക്ഷനും ഇല്ല. കണ്ടിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. റേറ്റ് നല്ല റേറ്റ് ഉണ്ട്, പക്ഷെ ഒന്നും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പിന്നെ തിരിച്ച് രാമചന്ദ്ര തന്നെ എത്തി. പിന്നെ നമ്മൾ രാമചന്ദ്രൻ എടുത്തു. രാമചന്ദ്രൻ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഈസ്റ്റോട്ട് പോയാൽ 2 രാമചന്ദ്രൻ ഉണ്ട്. അട്ടക്കുളങ്ങരയുണ്ട്, ഈസ്റ്റോട്ടിലും ഉണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാം. അവിടെയുള്ള കളക്ഷൻസ് തന്നെയാണ് ഇപ്പുറത്തും ഉള്ളത്. ബട്ട് എങ്കിലും കുറച്ച് ഡിഫറൻസ് ഉള്ള പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ 2 മാറി മാറി കളിച്ചു. അങ്ങനെ രാമചന്ദ്രയിൽ നിന്നൊക്കെയാണ് ഈ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത്. ഒട്ടും പറ്റണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഈ ചൂട്. എന്തൊരു ചൂട്, ഭയങ്കര വെയിൽ. അപ്പോൾ അതായിരുന്നു കേസ് നമ്മുടെ ഓണക്കോടി എടുക്കുന്ന കഥ. അയ്യോന് വയ്യ. രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ സമയം 6 മണിയാവാൻ പോകണം. 5:30 കഴിഞ്ഞു. 6 മണിയാവാൻ പോവാണ്. ഞാൻ പോയി ഐസ് ഇട്ട് മുഖം കഴുകിയിട്ട് വരാം. നമുക്ക് നിറയെ പഞ്ചാര വേണം. നമുക്ക് കുറേ ഷുഗർ ആവശ്യമുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാല് വയ്യ ഗൈസ്, കാല് വയ്യ. ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ നടത്തമല്ലായിരുന്നോ. കാലൊക്കെ പോയി, കാല് ഫുള്ള് പോയി.
കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര കാലുവേദന.